അപ്പൊ അതിന്റെ മെക്കാനിസം ഒക്കെ മനസ്സിലായല്ലോ. അത്രേ ഉള്ളൂ കേട്ടോ. ഡോക്ടറെ ഈ പ്രഗ്നൻസി ടൈമില് ഛർദിൽ മാറാൻ എന്താ ചെയ്യാ? ഓക്കെ, പ്രഗ്നൻസിയിൽ നമ്മൾ പൊതുവേ കേൾക്കുന്നത് 2 പേരുടെ ഭക്ഷണം കഴിക്കണമെന്നല്ല. ശരിക്കും അങ്ങനെയല്ല, തവണകളായിട്ട് ചെറിയ ചെറിയ പോർഷൻസ് കഴിക്കുക. ചിലർക്ക് എരിവും പുളിയും കഴിക്കുമ്പോഴായിരിക്കും ഛർദിൽ കൂടുന്നത്, ചിലർക്ക് മധുരം കഴിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഒരു ഫുഡ് ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് ഏത് കഴിക്കുമ്പോഴാണ് കൂടുതലും ഛർദ്ദിക്കാൻ വരുന്നത് എന്നുള്ളത് നോക്കുക. പിന്നെ ഭക്ഷണം കഴിച്ചാൽ ഉടനെ കിടക്കാതെ ഒരു 1/4 മണിക്കൂർ നടക്കുകയോ എന്തെങ്കിലും ജോലികൾക്ക് ശേഷം കിടന്നാൽ മതി. കിടക്കുമ്പോൾ നേരെ ഫ്ലാറ്റ് ആയിട്ടല്ലാതെ തലയുടെ ഭാഗം ഒരല്പം പൊക്കി വെച്ച് കിടക്കുക. പിന്നെ വെള്ളം സിപ്പ് ചെയ്ത് ഒരുപാട് ഒറ്റയടിക്ക് കുടിക്കാതെ സിപ്പ് ചെയ്ത് കുടിക്കാൻ നോക്കുക. ഇതെല്ലാം ചെയ്തിട്ടും ഛർദിൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഡ്രിപ്പ് ഇടാം, അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഓവറായിട്ട് ഛർദിലുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലായതുകൊണ്ട് എന്തായാലും ഡോക്ടറിനെ കണ്ട് ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻസ് വാങ്ങിക്കുക. അതിൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രിപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഡ്രിപ്പ് ഇടുക, അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ.